സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഇൻ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ കിങ് ഓഫ് എഞ്ചിനീയറിംഗ്, റോയൽ മെക്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഗവൺമെൻറ് കോളേജിലെ കട്ട് ഓഫ്, IHRD അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫൈനാൻസിങ് കോളേജിലെ കട്ട് ഓഫ്, അതേപോലെ തന്നെ പ്രൈവറ്റ് കോളേജിൻ്റെ ഓൾറെഡി നമ്മൾ CS EC ഒക്കെ ചെയ്ത് കഴിഞ്ഞു, ട്രിപ്പിളും ചെയ്ത് കഴിഞ്ഞു. നമ്മളിന്ന് മെക്കാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഗവൺമെൻറ് കോളേജിൻ്റെ കേസ് വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാണ്. ഇപ്പോൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോഴിക്കോട്, അതേപോലെ തന്നെ ശ്രീകൃഷ്ണപുരം, അതേപോലെ തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം, അവിടെയൊക്കെ 20,000 വരെ വന്നിട്ടുണ്ട് എന്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. സോ കമ്പയർഡ് ടു കമ്പ്യൂട്ടർ സയൻസ് EC ട്രിപ്പിളി, മെക്കാനിക്കൽ ഒരു 10,000 20,000 റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ 10-15K to 20K റേഞ്ച് ഉണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു കീം 2023 വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഈ വർഷം സെയിം ആണെന്നില്ല, ചെറിയ വ്യത്യാസം വരും. അപ്പോൾ മെക്കാനിക്കൽ കിട്ടുക പറഞ്ഞാൽ ഡിഫിക്കൽട്ട് അല്ല, അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പ്രൈം കോളേജസ് ഇപ്പം CETയിൽ മാത്രം ഒരു 5,000 അടുത്തൊക്കെ വേണ്ടി വരും. തൃശ്ശൂരെത്തുമ്പോൾ അത് ഡബിൾ ആവണം, 10,000 വരുന്നത്. പിന്നെ ബാർത്തൺ ഹില്ല് 16,000, TKM കൊല്ലം 14,000, അങ്ങനെ ഭയങ്കര വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ പ്ലേസ്മെൻ്റ് ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇഷ്ടമല്ല എന്നൊക്കെ പലരും, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പ്ലേസ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളൊരു കോഴ്സ് എടുക്കുന്നുണ്ട് വെച്ചാൽ നിങ്ങളുടെ സ്കിൽസ് പോലെ ഇരിക്കും. വീണ്ടും പറഞ്ഞു, നിങ്ങൾ ആ കോഴ്സിനെ എത്ര അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, നിങ്ങൾ അതിൽ എന്തൊക്കെ വർക്ക് എടുക്കുന്നു എന്ന് തന്നെ ഡിപ്പെൻഡ് ചെയ്യും നിങ്ങളുടെ പ്ലേസ്മെൻറ്റ്, നിങ്ങളുടെ കരിയർ. അല്ലാണ്ട് ഒരു കോഴ്സിന് ഓപ്പർച്യൂണിറ്റി ഇല്ല നമ്മൾ വെറുതെ പറഞ്ഞ് തള്ളാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ കട്ട് ഓഫ് ആണ് ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന ഒരു മെയിൻ കോളേജ് GEC തൃശ്ശൂരാണ് പൊതുവെ പറയാറ്. CET ഓൾസോ ഈ രണ്ട് കോളേജാണ് മെയിനായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അത്യാവശ്യം GEC തൃശ്ശൂരിൽ ഇഷ്ടം പോലെ ക്ലബ്ബ് കാര്യങ്ങൾ, SI അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. CETയിലും അത്യാവശ്യം നല്ല സൂപ്പറാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ. സോ പരാക്രം 2.0 ഗേറ്റ് 2025 7,200 റുപ്പീസിൻ്റെ ഗേറ്റ് ബാച്ചാണ്. നെക്സ്റ്റ് വിജയ് 2.0 ഗേറ്റ് 2025 5,400 റുപ്പീസിൻ്റെ ബാച്ചാണ്. ശ്രേഷ്ഠ 2.0 9,400 ആണ്. മെക്ക് സിവിൽ ട്രിപ്പിൾ ECക്കൊക്കെ ഉണ്ട്. പരാക്രം ബാച്ച് D ആണ്. ഇത് 11,999 രൂപ. ശ്രേഷ്ഠ ESC ഗേറ്റ് PSU 15,999 ആണ്. നെക്സ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ 2.0 ഗേറ്റ് PSU പ്ലേസ്മെൻറ്റിനൊക്കെയാണ് 15,999 ആണ്. കമ്പ്യൂട്ടർ സയൻസിനും IT-ക്കും മാത്രമാണ്. നെക്സ്റ്റ് ശ്രേഷ്ഠ കെമിക്കൽ എഞ്ചിനീയേഴ്സിന് സ്പെഷ്യൽ ബാച്ചാണ് 15,999 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പരാക്രം ഗേറ്റ് 2024 കമ്പ്യൂട്ടർ സയൻസും ഡാറ്റാ സയൻസുകാർക്കും വേണ്ടിയിട്ട് വെറും 10,000 രൂപയ്ക്കാണ്. നെക്സ്റ്റ് പരാക്രം 2.0 ഗേറ്റ് 2025 ആർക്കാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT. പിന്നെ ബാച്ച് ഇൻഫിനിറ്റി ആണ്. ഇതിൻ്റെ കിഡിലൻ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കുക. അതേപോലെ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ബാച്ചിൻ്റെ കോർ ഫീച്ചേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഇതിൽ വായിച്ചൊക്കെ ഡൗട്ട് സെഷൻസ്, PYQs, MCQs, റെഗുലർ ടെസ്റ്റ് സീരീസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതേപോലെ ഫിസിക്സ് വാലയുടെ ഗേറ്റ് ഖസാന ബാച്ചാണ് വെറും 4,000 രൂപയ്ക്ക്. പിന്നെ ഫിസിക്സ് വാലയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇതിനൊക്കെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ എൻ്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള VG500 അടിച്ചാൽ 500 റുപ്പീസ് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട്. ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫൈനാൻസിങ് കോളേജസ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് നേരത്തെ ട്രിപ്പിളിയിലും ECയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് നോക്കുക. അവിടെ 22,000 വരുന്നത്. അതെന്താണ്, അവിടെ വീണ്ടും മെക്കാനിക്കലായാലും ഏത് കോഴ്സായാലും അവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, IHRDയിലോട്ട് നിങ്ങൾ പോകുമ്പോൾ ഏതൊരു IHRDയിൽ പോയാലും ക്യാമ്പസ് ചെറുതായിരിക്കും. എന്താ പറയുക, നമ്മുടെ വൈബും കാര്യങ്ങളൊക്കെ ആവറേജൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷേ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലാകുമ്പോൾ പ്ലേസ്മെൻറ്റ്സ് സൂപ്പറാണ്. അത്യാവശ്യം പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്, എസ്പെഷ്യലി CS EC ട്രിപ്പിളി. മെക്കിനും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഒരു IHRD ഗവൺമെൻറ് കിട്ടില്ല, ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുക ഗവൺമെൻറ് പഠിക്കാനാണ്. ഗവൺമെൻറ് കിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വെറും പ്ലേസ്മെൻറ്റ് ആഗ്രഹിക്കുന്നവരാണ്, നേരെ മോഡലിൽ പോയിക്കോളും എന്നുള്ളൊരു കേസാണ് ഞാൻ പറയുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഏതൊരു കോഴ്സ് എടുത്താലും നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു കോളേജാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. പക്ഷേ ക്യാമ്പസ് ലൈഫും കാര്യങ്ങളിലും ഞാൻ ഒരിക്കലും അത് പ്രിഫർ ചെയ്യില്ല. പൊതുവെ എൻ്റെ ഫ്രണ്ട്സ് അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ SCT പാപ്പനംകോട്, SCT ഈസ് ഓൾസോ വെരി ഗുഡ് കോളേജ്. SCT എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ളൊരു കോളേജ് തന്നെയാണ്. അവിടെ അത്യാവശ്യം നല്ലതാണ്. നമ്മുടെ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫൈനാൻസ് കോളേജ്. ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കുക, ഫീസിൻ്റെ കേസ് നിങ്ങൾ മനസ്സിലാക്കണം. 50,000 മുതൽ 75,000 വരുന്നത് ഈ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് മെറിറ്റ് സീറ്റിലൊക്കെ. ഈ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫൈനാൻസിങ്ങിൽ വരുന്നത് ഗവൺമെൻറ് കോളേജിൽ വെറും 10,000 രൂപ ഫീസ് വരുന്നുള്ളൂ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും ഹോസ്റ്റൽ ഫീസ് അത് വേറെ ഉണ്ടാവും. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ IHRDയുടെ കേസ് വരും കണ്ടോ, വളരെ കുറച്ച് കോളേജുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഏകദേശം ഒരു 10 to 13 കോളേജസേ ഉള്ളൂ ഇവിടെ ഉള്ളത്. ഓക്കെ, അത് മനസ്സിലാക്കാം. നെക്സ്റ്റ് പ്രൈവറ്റിൽ ഇഷ്ടം പോലെ നമ്മൾ ഇലക്ട്രിക്കൽ കണ്ട പോലെ തന്നെ ഇഷ്ടം പോലെ സീറ്റ്സാണ് ഉള്ളത് നമ്മുടെ പ്രൈവറ്റ് കോളേജുകളിൽ. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, ട്രൈ ടു സ്റ്റഡി ഇൻ എ ഗവൺമെൻറ് കോളേജ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു IHRD കോളേജ്. പ്രൈവറ്റിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ടോപ്പായിട്ടുള്ള കോളേജ് നോക്കുക. ഇനിയിപ്പോൾ അത് കിട്ടുന്നില്ലെങ്കിൽ യു ക്യാൻ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, റിപ്പീറ്റ് ചെയ്യാൻ. ഇതുകൊണ്ടൊക്കെ എന്താ പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ എഞ്ചിനീയറിംഗ് 4 വർഷം പഠിക്കേണ്ടത്, ഒരിക്കലും ചെറിയൊരു ഷോർട്ട് സ്പാനിൽ പഠിച്ച് പോകരുത്. അപ്പോൾ നല്ല കോളേജുകളിൽ കിട്ടാൻ ശ്രമിക്കുക.
ഓക്കെ, പ്രൈവറ്റ് പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, വീണ്ടും പറഞ്ഞത് പ്രൈവറ്റ് പഠിക്കേണ്ടെന്നല്ല. മാക്സിമം നിങ്ങൾ എന്താ, ഇനിയിപ്പോൾ ഏതൊരു പ്രൈവറ്റ് കോളേജ് നിങ്ങൾ എടുത്താലും അവിടെ ഒന്ന് വിളിച്ച് ചോദിക്കണം, അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അവിടെ പഠിച്ചൊരു സ്റ്റുഡൻറ്റിനോട് റിവ്യൂ എടുത്തിട്ട് മാത്രമേ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ, ഏത് സ്റ്റുഡൻ്റ് ആണെങ്കിലും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അല്ലാതെ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോയി ചേരാതെ, അല്ല ഞാൻ പറഞ്ഞു ചേരണ്ട, അങ്ങനെയല്ല. നിങ്ങൾ സെൽഫായിട്ട് ഓരോ സ്റ്റുഡൻറ്റ് അവിടെ മെക്കാനിക്കൽ ആണ് ചേരാൻ പോകുന്നെങ്കിൽ മെക്കാനിക്കലിലെ ചേട്ടനെ വിളിക്കുക, ചേട്ടാ ഇങ്ങനെയാണ് കേസ്, ഞാൻ ചേരണം. അതാണ് നമ്മുടെ ഒരു ഡിസിഷൻ. അതാണ് ലൈഫിലെ ബെസ്റ്റ് ഡിസിഷൻ ഫോർ യുവർ 4 years. അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ഞാനിവിടെ 100%, അതായത് മാക്സിമം 100% നല്ല കാര്യങ്ങൾ ഇവിടെ പറയാൻ ശ്രമിക്കാറുള്ളൂ. വളരെ ജെന്യൂനായിട്ട് ശ്രമിച്ചിട്ടുള്ളൂ, ഇന്ന് വരെ ജെന്യൂനായിട്ട് ശ്രമിച്ചിട്ടുള്ളൂ. വെറുതെ കുറച്ച് വീഡിയോസ് ഇട്ട് പോകാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു വർക്ക് വേണം. അപ്പോൾ ഈ പ്രൈവറ്റ് കോളേജ് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സീറ്റുണ്ട്. ആസ് യൂഷ്വൽ ട്രിപ്പിളിൽ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് കുറേ സീറ്റുണ്ട്. കണ്ടോ, ഇത്രയും സീറ്റ്സാണ് പ്രൈവറ്റ് കോളേജിൽ വരുന്നത്. അപ്പോൾ ഒരു 40,000 ഒക്കെ ഉണ്ടെങ്കിൽ സീറ്റ്, ഞാൻ പറഞ്ഞത് എഞ്ചിനീയറിങ്ങിന് സീറ്റ് ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ സിവിലിൻ്റെ വീഡിയോസ് പലരും ചോദിച്ചിട്ടുണ്ട്, സിവിലിൻ്റെ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. സിവിലിൻ്റെ കേസും ഇതൊക്കെ തന്നെയാണ്. അപ്പം മെക്കാനിക്കലിലെ ഗവൺമെൻറ് ടു പ്രൈവറ്റ് ടു IHRD മൊത്തം നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. So stay with the channel and be with the channel. It's for you, not for me.